പ്രിയപ്പെട്ടവരെ, അഗതികളെ സഹായിക്കുക, പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, പട്ടിണി അനുഭവിക്കുന്നവരുടെ പ്രതിസന്ധി ദൂരീകരിച്ചു കൊടുക്കുക, മാനസികമായി തകർന്നൊടിഞ്ഞവരെ സ്വാന്തനപ്പെടുത്തി ചേർത്ത് അണച്ചുപിടിക്കുക, ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ട ചില മൂല്യങ്ങളാണ്. മഹാനായ പ്രവാചകൻ്റെ അധ്യാപനങ്ങളിലെല്ലാം ഇത്തരം സാരോപദേശങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ അവിടെ നിന്ന് പറഞ്ഞു, മൻ നഫസ അൻ മുസ്ലിമിൻ കുർബത്തൻ മിൻ കുറബി ദുനിയ. ഒരാൾ ഒരു വിശ്വാസിയായ മനുഷ്യൻ്റെ ദുനിയാവിലെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകി കൊടുത്താൽ നാളെ ആഖിറത്തിൽ ഇവൻ്റെ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് അല്ലാഹു പരിഹാരം നൽകുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ അറിയിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രയോജനവും പ്രതിഫലവും നാളെ ആഖിറത്തിൽ മാത്രമല്ല, അതിൻ്റെ സുഖവും അതിൻ്റെ അനുഭൂതിയും അതിൻ്റെ പ്രതിഫലനവും ദുനിയാവിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂൽ ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒറിജിനൽ രൂപത്തിൽ കണ്ടു. വല്ലാതെ അവിടെ നിന്ന് ഭയപ്പെട്ടു. ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ചിറങ്ങി അദ്ദേഹം ഓടി തൻ്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവിയോട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ, യാ ഖദീജ സമ്മിലൂനി. മഹാനായ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോട് പറഞ്ഞു, അത് ഖശീതു അലാ നഫ്സി, പ്രിയപ്പെട്ടവളെ, ഞാൻ വല്ലാത്ത ആശങ്കയിലാണ്, എൻ്റെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് മഹാനായ പ്രവാചകൻ ഭാര്യയോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിനോട് പ്രിയപ്പെട്ട ഖദീജ ബീവി സ്വാന്തനത്തിൻ്റെ തലോടലിൻ്റെ വാക്കുകൾ പറയുന്നത് നമുക്ക് പ്രമാണങ്ങളിൽ കാണാം. പ്രവാചകനോട് പറഞ്ഞു, കെല്ല, അങ്ങനെ ഒന്നുമില്ല, അബിഷിർ, നിങ്ങൾ സന്തോഷിക്കൂ, നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടരുത്, നിങ്ങളെ അല്ലാഹു കൈവിടാനോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അബദ, ഒരിക്കലും പടച്ചവൻ നിങ്ങളെ നിസ്സാരമാക്കില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ കുറേ മൂല്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പടച്ചവൻ നിങ്ങളെ ഉപേക്ഷിക്കാത്തത്. ഇന്നക ലതസിലുർ റഹീം, നിങ്ങൾ അറ്റുപോയ ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്നയാളാണ്. വതസ്ദുഖുൽ ഹദീസ്, നല്ല വർത്തമാനം പറയുന്നയാളാണ്. വതഹ്ബിലുൽ കല്ല, ജനങ്ങളുടെ പ്രയാസങ്ങൾ സ്വയം ഏറ്റെടുത്ത് അവർക്ക് ലഘൂകരിച്ചു കൊടുക്കുന്നയാളാണ്. വതഖ്റിൽ ലൈഫ്, അതിഥിയെ ആദരിക്കുന്നയാളാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, ഇങ്ങനെ സത്യസന്ധമായ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നിങ്ങളെ അല്ലാഹു കൈവിടാനോ, ധൈര്യമായിട്ടിരിക്കൂ എന്നാണ് പ്രിയ പത്നി ഖദീജ ബീവി പറഞ്ഞത്. ഇത് നമുക്ക് നൽകുന്ന പാഠം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി പ്രതിസന്ധികളിൽ അകപ്പെട്ടാൽ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സഹായം ഉറപ്പാക്കാം എന്നത് തന്നെയാണ്.